Hey guys, determinants എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ നോക്കി, ഒരു ഡിറ്റർമിനന്റ് വാല്യൂ എക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 5 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് ജസ്റ്റ് സോൾവ് ചെയ്യുക. ഡിറ്റർമിനന്റ് നമുക്ക് 2/2 ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? അത് വെച്ച് സോൾവ് ചെയ്യുന്നു, എക്സ് കണ്ടുപിടിക്കുന്നു, സിമ്പിൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നു 2x, പിന്നെ ഇവിടുന്ന് -15 = 5 എന്ന് കിട്ടും. അതായത് 2x - 15 = 5. അപ്പോൾ ഇവിടുന്ന് 2x = 20, x = 10 എന്ന് ഈസി ആയിട്ട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലും ഒരു ഡിറ്റർമിനന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡും ഡിറ്റർമിനന്റ് സോൾവ് ചെയ്യുക, അവിടുന്ന് എക്സ് കണ്ടുപിടിക്കാം. എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിക്കേ, ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് a is equal to 5 where a is 3/3 matrix then determinant of 2a is equal to. ഓക്കെ, ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു റിസൾട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് k × b is equal to k⁻n × ഡിറ്റർമിനന്റ് ഓഫ് b എന്നുള്ളതാണ് ആ ഒരു റിസൾട്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എവിടെ നിന്നാണ് കെയും എന്നും ഒക്കെ വന്നത്? k എന്ന് പറയുന്നത് ഏതൊരു കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ k എന്ന് പറഞ്ഞാൽ 2 ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓർഡറിലെ മക്കളെ അതാണ് n. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഡിറ്റർമിനന്റ് ഉള്ളിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡിറ്റർമിനന്റ് റേസ്ഡ് ടു മെട്രിക്സിന്റെ പവർ ഓർഡർ എത്രയാണോ അത് ചെയ്യണം. സോ ഇവിടുന്ന് ഡിറ്റർമിനന്റ് ഓഫ് 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻n, ഇവിടെ n 3 ആണ്, 2³ × ഡിറ്റർമിനന്റ് ഓഫ് a വേണം നമ്മൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × ഡിറ്റർമിനന്റ് ഓഫ് a നമുക്ക് 5 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 8 × 5 40 ആയിരിക്കും ആൻസർ. ഡിറ്റർമിനന്റ് ഓഫ് a 5 ആണെങ്കിൽ 2 × ഡിറ്റർമിനന്റ് ഓഫ് a എന്ന് പറഞ്ഞാൽ 40 ആണ്. നിങ്ങൾ നേരെ 2 × 5 10 ഒന്നും ചെയ്ത് വെക്കരുത്. 2 പുറത്തേക്ക് എടുക്കുമ്പോൾ 2⁻3 എന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. ഈ ഒരു റിസൾട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത്, if the area of the triangle whose vertices are k0, 5, 0, 0, 1 is 10 square units then find k. നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഒരു ട്രയാങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ x1 y1 x2 y2 x3 y3 ഇതാണ് നമ്മുടെ വേർട്ടീസസ് എന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് വേർട്ടീസസ് എന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല എന്താണ്? ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1. ഇതാണ് ഈ ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ കിട്ടും. ഒരു ഹാഫ് കൂടെ മുന്നിലുണ്ട്, മറക്കരുത്. സോ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3 1. സിമ്പിൾ അല്ലേ? നമ്മുടെ വേർട്ടീസസ് നിരത്തി എഴുതുന്നു, ലാസ്റ്റ് കോളം നമ്മൾ 1 വെച്ച് നിറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്ത് വാല്യൂ ആണെങ്കിലും അതിന്റെ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. കാരണം ഏരിയ എപ്പോഴും പോസിറ്റീവ് ആണ്. ഡിറ്റർമിനന്റിലെ കോർഡിനേറ്റ്സ് ഒക്കെ നെഗറ്റീവ് ഒക്കെ വരാം, അതുകൊണ്ട് ചിലപ്പോൾ ഏരിയ നെഗറ്റീവ് ഡിറ്റർമിനന്റ് വരാം. പക്ഷേ ഏരിയ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇവിടെ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ 10 ആണ് ഏരിയ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതായത് ഈ തന്നിരിക്കുന്ന ഏരിയ 10 is equal to half into വേർട്ടീസസ് ഏതൊക്കെയാ? 5 0 1 എഴുതാം, 0 1 1 എഴുതാം, k 0 1 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഈ കെനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, സോ ഈ 2 കൂടെ കൊടുത്തേ, അപ്പൊ 20 കിട്ടി. 20 is equal to 5 into 1 - 0 - 0 into എന്തായാലും കുഴപ്പമില്ല, 0 ആയിപ്പോയി, പ്ലസ് 1 into 0 - k. ഓക്കെ മക്കളെ, ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. നമ്മൾ സാധാരണ ഈ പറഞ്ഞ വെർട്ടീസസ് വെച്ച് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വാല്യൂ കിട്ടിയാലും പോസിറ്റീവ് ആക്കണമെന്ന് പറഞ്ഞു. റൈറ്റ്, തിരിച്ച് ഏരിയ തന്നിട്ട് നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവും പോസിറ്റീവും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അതായത് ഏരിയ തന്നിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പം ഇവിടെ നമ്മൾ ഈ മോഡുലസ് കൺസിഡർ ചെയ്യണം. അതായത് ഇതിപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എന്താ വരിക? 20 is equal to ഡിറ്റർമിനന്റ് സോൾവ് ചെയ്ത് മോഡുലസ് ഓഫ് 5 - k എന്ന് വരും അല്ലേ? 5 - k എന്ന് വരും. ഇവിടെ 0 ആയിപ്പോയി, ഇവിടെ ഒരു -k മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മോഡുലസ് കൺസിഡർ ചെയ്യണം എന്നുള്ള കേസ്. അതായത് ഇപ്പൊ കെയുടെ വാല്യൂ ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ എന്ത് തന്നെയായിരിക്കാം. അപ്പൊ മോഡ് k 1 എന്ന് പറഞ്ഞാൽ എന്താ? കെയുടെ വാല്യൂ 1 ആയിരിക്കാം, അല്ലെങ്കിൽ -1 ആയിരിക്കാം. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നുകിൽ 5 - k 20 ആണ്, അല്ലെങ്കിൽ 5 - k -20 ആണ്. അപ്പൊ നമുക്ക് kക്ക് എന്ത് കിട്ടും? 2 വാല്യൂസ് കിട്ടും. എന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ? നമുക്ക് ഇവിടെ നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് എടുക്കുമ്പം പോസിറ്റീവ് വാല്യൂ മാത്രമേ ഏരിയയിലേക്ക് കൊടുക്കൂ എന്നുള്ളത് പോലെ തിരിച്ച് ഏരിയ തന്നിട്ട് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പം കോർഡിനേറ്റ് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം. ആ ഒരു കേസ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാണ്. ഓൾ റൈറ്റ്, അപ്പം
5 മൈനസ് കെ മൈനസ് 20 ആണെങ്കിൽ മൈനസ് കെ എന്തായി 20 മൈനസ് 5 മൈനസ് കെ ഇസ് ഈക്വൽ ടു പ്ലസ് 15. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു -15 എന്ന് കിട്ടി. ഇനി അങ്ങനെയല്ലെങ്കിൽ മൈനസ് കെ ഇസ് ഈക്വൽ ടു -25 എന്ന് കിട്ടി. അപ്പോൾ കെ എന്ന് കിട്ടും 25 എന്ന് കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ ഒന്നുകിൽ -15 ആണ്, അല്ലെങ്കിൽ 25 ആണ്. ഇതാണ് അതിൻ്റെ പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏറെ തന്നിട്ട് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുമ്പം ഈ ഒരു മെത്തേഡ്, 2 മെത്തേഡ് ഉണ്ട്, മറന്നു പോകരുത്. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം. If A is a matrix, then determinant of adjoint of A is dash. A is a 3/3 matrix. A ഒരു 3/3 matrix ആണെങ്കിൽ determinant of adjoint of A നമ്മുടെ റിസൾട്ട് ഉണ്ട് മക്കളെ. നമ്മുടെ റിസൾട്ട് പ്രകാരം determinant of adjoint of A ഡിറ്റർമിനന്റ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ determinant of A raised to n-1 ആണ്. n എന്താണ്? ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ 3 ആയതുകൊണ്ട് adjoint of A ന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? Adjoint determinant is equal to determinant of A raised to 3 - 1. എന്ന് വെച്ചാൽ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ. സോ നമ്മുടെ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. അഡ്ജോയിന്റ് ഓഫ് എ is equal to determinant of A square when order is 3/3. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. ഈ മെട്രിക്സ്, ഇതൊരു ഗിവൻ മെട്രിക്സ് ഒരു സിംഗുലർ മെട്രിക്സ് ആണ്. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. 0 സിംഗുലർ, ഓർത്തിരിക്കാം. അപ്പോൾ സിംഗുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇതിന്റെ ഡിറ്റർമിനന്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? 2 + x 3 4 1 - 1 2 x 1 5. ഈ ഡിറ്റർമിനന്റ് 0 ആണ് എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നോക്കിയേ, ഡിറ്റർമിനന്റ് എടുക്കാം. 2 + x ഇൻറ്റു -5 - 2 -3 ഇൻറ്റു 5 - 2x പ്ലസ് 4 ഇൻറ്റു 1 + x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇവിടുന്ന് എക്സ് സോൾവ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇനി എല്ലാ ബ്രാക്കറ്റും ഓപ്പൺ ചെയ്യുമ്പം നോക്കി, ഇവിടെ ഒരു -7 വരും അല്ലേ? -7 × 2x -14 പ്ലസ് -7x -14 പ്ലസ് -7x. ഇവിടെ -15 പ്ലസ് ഒരു 6x വരും. പിന്നെ ഒരു 4 + 4x ഈക്വൽ ടു 0 എന്നാണ് വരിക. ഓക്കെ, അപ്പം നോക്കി, -14 ഉണ്ട്, -15 ഉണ്ട്. അപ്പോൾ എന്താ വരും? ഒരു -29 വന്നു. -29 + 4 എന്ന് പറഞ്ഞാൽ -25. ഓക്കെ, -25. -25ൽ നിന്ന് ഇനി നമുക്ക് എന്താ വേണ്ട? ഇവിടെ -7x ഉണ്ട്, ഒരു +6x ഉണ്ട്. അപ്പോൾ എന്താ വന്നത്? ഒരു -x വന്നു. -x + 4x എന്ന് പറഞ്ഞാൽ 3x ഈക്വൽ ടു 0. ടേംസ് ഒന്നും ബാക്കിയില്ലല്ലോ? ഇല്ല, എല്ലാം സോൾവ് ആയി. എന്ന് പറഞ്ഞാൽ 3x is equal to 25. അപ്പോൾ എക്സ് എന്ത് വരും? 25/3. ഇതാണ് എക്സിന്റെ വാല്യൂ. അപ്പോൾ മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. വെരി ഈസി അല്ലേ? ഇനി നമ്മുടെ സോൾവിംഗ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ബൈ ദ മെട്രിക്സ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതി AX is equal to B എന്ന് പറയുന്ന സിസ്റ്റം ആക്കി എഴുതുന്നു. A എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മെട്രിക്സ് വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ആണ്. X എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. B എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്ന മെട്രിക്സിന് നമ്മൾ കോൺസ്റ്റൻസ് ആയിട്ട് കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുമ്പോൾ 1 - 1 2 വരും. എക്സിന്റെ കോഎഫിഷ്യന്റ്, വൈന്റെ കോഎഫിഷ്യന്റ്, സെഡിന്റെ കോഎഫിഷ്യന്റ്. താഴെ എന്താ? എക്സ് ഇല്ല. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 0, വൈയുടെ കോഎഫിഷ്യന്റ് 2, സെഡിൻ്റെത് -3. പിന്നെ 3 - 2 4. ഇതാണ് നമ്മുടെ A ഇൻറ്റു വേരിയബിൾസ് ഏതൊക്കെയാ? എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 1 1 2. ഇതാണ് AX is equal to B എന്ന് പറയുന്ന സിസ്റ്റം. ഇവിടുന്ന് XY Z ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ XY Z എന്ന് പറയുന്ന എക്സ് മെട്രിക്സ് X is equal to A ഇൻവേഴ്സ് ഇൻറ്റു B ആണ് വരിക. ഓക്കെ, A ഇൻവേഴ്സ് ഇൻറ്റു B. അപ്പോൾ ഇവിടെ നിന്ന് വേണം ഈ മെട്രിക്സിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം, ഈ ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, A ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? A ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/determinant of A ഇൻറ്റു adjoint of A ആണ് A ഇൻവേഴ്സ്. അപ്പോൾ ആദ്യം ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അത് 0 ആണോ എന്ന് ചെക്ക് ചെയ്യുക. 0 ആണെങ്കിൽ നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യില്ല, ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനന്റ് നോക്കിക്കേ, ഡിറ്റർമിനന്റ് ഓഫ് A ഈക്വൽ ടു 1 ഇൻറ്റു 8 - 6 -1. അപ്പോൾ +1 ആയി. +1 ഇൻറ്റു 0 + 6 + 9 വരും അല്ലേ? നോക്കിയേ, 0 ഇൻറ്റു -3 മൈനസ് ഇൻറ്റു -9. സോ +9. പിന്നെന്താണ്? +2 ഇൻറ്റു
2 into 0 minus 6 വരും, minus 6. So 8 minus 6 2 plus 9, ഇവിടെ ഒരു 6 into 2 minus 12 ആണ്. അപ്പോൾ 9 plus 2 എത്രയാ? 11. 11 minus 12 minus 1. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണ്. അപ്പോൾ എന്തായാലും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ? അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ് എ, അഡ്ജെ നമുക്ക് ഓരോന്നിൻ്റെയും കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് കോഫാക്ടർ എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ട് മെട്രിക്സിലേക്ക് എഴുതിയിട്ട് നേരെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെട്രിക്സിലേക്ക് എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അതായത് ഈ 4 പൊസിഷൻസിൽ വരുന്ന വാല്യൂസ് നമ്മൾ മൈനർ കണ്ടുപിടിക്കുമ്പം ഈ 4 വരുന്ന പൊസിഷൻസിൽ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അത് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് എലമെന്റ് നമുക്ക് ഈ മെട്രിക്സ് എ ഇങ്ങോട്ടേക്ക് ഒന്ന് എഴുതിയെടുക്കാം. A equal to 1 minus 1 2 0 2 minus 3 3 minus 2 4. ഇതാണ് നമ്മുടെ എ. ഇവിടുന്ന് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ എ ഇരിക്കുന്ന 1 ഇരിക്കുന്ന റോയും കോളോയ്ക്ക് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 8 മൈനസ് 6 ആണ്. 8 മൈനസ് 6 2 ആണ്. പിന്നെ ഇവിടെ നോക്കിയേ 0 മൈനസ് മൈനസ് 9, അപ്പോൾ 9 ആണ് വരേണ്ടത്. പക്ഷെ ഈ പൊസിഷൻ നോക്കിക്കേ, അവിടെ നെഗറ്റീവ് അല്ലേ ഉള്ളത്, അതുകൊണ്ട് കോഫാക്ടർ -9 ആയിരിക്കും വരിക. ഇനി അടുത്തതിൽ വരുമ്പോഴത്തേക്കും 0 മൈനസ് 6 വന്നു അല്ലേ? -6, 0 മൈനസ് 6. ഇനി എന്താ വന്നേ? അടുത്ത കേസിൽ രണ്ടാമത്തെ ഇവിടെ നോക്കുമ്പോൾ ഇതിരിക്കുന്ന റോയും കോളം ഒഴിവാക്കി -4 പ്ലസ് 4, -4 പ്ലസ് 4 0. പിന്നെ ഇവിടെയോ 4 മൈനസ് 6, 4 മൈനസ് 6 മൈനസ് 2. തേർഡ് എലിമെന്റ് നോക്കിക്കേ, -2 പ്ലസ് 3. -2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 1 ആണ് വരിക. പക്ഷെ എന്ത് വേണം? പൊസിഷൻ നോക്കിക്കേ, നെഗറ്റീവ് ആണ് വേണ്ടത്. ഇനി ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 3 മൈനസ് 4, 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -1 ആണ് വേണ്ടത്, -1. പിന്നെ ഇവിടെ ആണെങ്കിൽ -3 0. പക്ഷെ -3 നോക്കിക്കേ, അവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ -3 ആയതുകൊണ്ട് അതിന് നെഗറ്റീവ് പോസിറ്റീവ് വരും. പിന്നെ ഇവിടെ ആണെങ്കിൽ 2 വരും അല്ലേ? ഇതാണ് അഡ്ജോയിന്റ് മെട്രിക്സ്. സോ ഇതാണ് നമ്മുടെ അഡ്ജോയിന്റ് മെട്രിക്സിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കോഫാക്ടർ മെട്രിക്സ് ആയി. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താലാണ് നമുക്ക് അഡ്ജോയിന്റ് കിട്ടുക. സോ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 2 0 മൈനസ് 1 -9 മൈനസ് 2 3 -6 മൈനസ് 1 2. ഇതാണ് അഡ്ജോയിന്റ് ഓഫ് എ. ഓക്കെ, നമുക്കറിയാം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അപ്പോൾ ഇവിടെ എ ഇൻവേഴ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ഈ തന്നിരിക്കുന്ന അഡ്ജോയിന്റ് നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് നമുക്ക് വേണ്ടത്, റൈറ്റ്? അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇതിനെ അഡ്ജോയിന്റ് ഓഫ് എനെ നെഗറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം ഇവിടെ ഡിറ്റർമിനന്റ് -1 ആണ് അല്ലേ? സോ എക്സ് ഇസ് ഈക്വൽ ടു -2 0 പ്ലസ് 1 9 പ്ലസ് 2 മൈനസ് 3 6 1 മൈനസ് 2. ഓക്കെ, നമ്മൾ ഇതാണ് എ ഇൻവേഴ്സ് വരുന്നത്. അഡ്ജോയിന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, 1 ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു നമ്മുടെ ബി വരുന്നത് 1 1 2 ആണ്, 1 1 2. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ആൻസർ. സോ നോക്കി, ഫസ്റ്റ് റോ -2 പ്ലസ് 0 പ്ലസ് 2 9 പ്ലസ് 2 മൈനസ് 6 പ്ലസ് 1 മൈനസ് 4. ഇതായിരിക്കും നമ്മുടെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂസ് വരുന്നത്. ഓക്കെ, ഇവിടെ വരുന്നത് 0 ആദ്യം വന്നു. 9 പ്ലസ് 2 11, 11 മൈനസ് 6 5, 6 പ്ലസ് 1 7, 7 മൈനസ് 4 3. സോ എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 5, സെഡിൻ്റെ വാല്യൂ 3. ആൻഡ് ദാറ്റ്സ് യുവർ സൊല്യൂഷൻ. 0 5 3 ആണ് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പം മക്കളെ, ഇത്രയുമാണ് ഡിറ്റർമിനൻസിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പോർഷൻസും കവർ ആയി. ശരിക്കും ഡിറ്റർമിനൻസിൽ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ കവർ ആയി. പിന്നെ 2-3 റിസൾട്ട്സേ ഉള്ളൂ അല്ലേ? സോ ഈസിയാണ്, എളുപ്പത്തിൽ പഠിക്കാം, അടിപൊളിയായിട്ട് മാർക്സ് അറിയാം. ഓൾ ദി ബെസ്റ്റ്.